ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കുറച്ച് ഫേവറേറ്റ്സ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആളുടെ ഫേവറേറ്റ്സ് എന്താണെന്ന് ഞാനും പറയും, ശ്രമിക്കാം. എൻ്റെ ഫേവറേറ്റ്സ് എന്താണെന്ന് ആളും പറയാൻ ശ്രമിക്കാം, അല്ലേ? ശ്രമിക്കാതിരിക്കാം. ഇപ്പം എന്തായാലും ഏകദേശം ഒരു 1.5 വർഷമായി മാരേജ് കഴിഞ്ഞിട്ട്. അതിന് മുന്നേ ഒരു 6-7 വർഷത്തെ ഒരു റിലേഷൻഷിപ്പ്. അപ്പം നമുക്ക് ജസ്റ്റ് നോക്കാം ഫേവറേറ്റ്സ് എത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. അപ്പം ചോദിക്കട്ടെ. അപ്പം ഫസ്റ്റ് കളർ, എൻ്റെ ഫേവറേറ്റ് കളർ ബ്ലാക്ക്. ഉറപ്പാണോ? ഉറപ്പാണോ? പിന്നെ എൻ്റെ ഫേവറേറ്റ് കളർ പീച്ച് കളർ, ഒരു അല്ലേ, പീച്ച് റോസ് കളറായി, റോസ് അങ്ങനെയും പറയാം അല്ലേ? അല്ല, ഇതന്നെയാണ് ഉദ്ദേശിച്ചത്. ഒരു പീച്ച് റോസ് അങ്ങനത്തെ ഒരു കളറാണ് ആൾക്ക് കൂടുതൽ ഇഷ്ടം. കാരണം അങ്ങനത്തെ ഒരു ഇത് മാത്രമല്ല, പിന്നെ ഡ്രസ്സ് എപ്പോൾ എടുത്താലും ആ ഒരു കളർ എടുക്കും. സ്കൈ ബ്ലൂ ഓക്കെ, അപ്പോൾ പീച്ച് കളർ അല്ലേ? അല്ലേ? ഫേവറേറ്റ് ഡ്രസ്, ഞാൻ എന്ത് ഡ്രസ്സ് ഇട്ട് കാണണമെന്നാണ് ആഗ്രഹം. നാടനാണോ, മോഡേൺ ആണോ, വെസ്റ്റേൺ ആണോ, ഏത് ടൈപ്പ് ഡ്രസ്സ് ഇട്ട് കാണാനാണ് ഇഷ്ടം? നിനക്ക് അത് ഫേവറേറ്റ് ആയിട്ട്? അത് ട്രഡീഷണൽ ആണോ? നിനക്കതാണ് ഇഷ്ടം. പക്ഷെ എൻ്റെ ഫേവറേറ്റ് എപ്പോഴും ഏതാ? ഷോർട്സ്, ജീൻസ്, ബനിയൻ ടോപ്പ്, അങ്ങനെ. എനിക്ക് മോഡേൺ ആണ് കൂടുതൽ ഇഷ്ടം. പക്ഷെ ഇവന് ഞാൻ കൂടുതലും ട്രഡീഷണൽ ഡ്രസ്സിൽ ഇട്ട് കാണാനാണ് ആഗ്രഹം. പക്ഷെ ഞാൻ അങ്ങനെ അധികം നടക്കാറില്ല, അതാണ് സത്യം. ഇവൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് കാഷ്വലായിട്ട് തന്നെ ജീൻസ് ഷർട്ടാണ്. പിന്നെ വന്നതിന് ശേഷം കൂടുതലും ടീ ഷർട്ട് യൂസ് ചെയ്യുന്നുണ്ടല്ലേ, എന്നാലും ജീൻസും ഷർട്ടും ആണെന്ന് തോന്നുന്നല്ലാതെ അല്ലേ? അതെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഫേവറേറ്റ് ഫെസ്റ്റിവൽ? നിന്റെ അല്ല, എൻ്റെ ഫേവറേറ്റ് വിഷു. അതെങ്ങനെ മനസ്സിലായി? ഇഷ്ടംപോലെ കിട്ടൂല. അയ്യോ, ഞാൻ മനസ്സിലോർത്ത് തന്നെ അത് പറയാന്ന്. അത് എൻ്റെ ഫേവറേറ്റ് വിഷു ആണ്. നിന്റെ ഫേവറേറ്റ് ഫേവറേറ്റ് പെറ്റ്? അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂച്ച എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ്റെ ഫേവറേറ്റ് ആയി അല്ലേ? ഇവൻ്റെ ഫേവറേറ്റിൽ ഒരെണ്ണമാണ് ക്യാറ്റ്. പിന്നെ ഇവൻ്റെ ഫസ്റ്റ് ഫേവറേറ്റ് നമ്മുടെ ജിംറൂട്ടൻ, നമ്മുടെ വീട്ടിലൊരു പട്ടിക്കുട്ടി ഉണ്ടാവാനാണ് കേട്ടോ. അവനെയാണ് ആദ്യം ഇഷ്ടപ്പെട്ടത്. പിന്നെ ഞാൻ വന്നതിന് ശേഷം ഞങ്ങളൊരു പൂച്ചക്കുട്ടിനെ മേടിച്ചു. അപ്പോൾ അവളെയും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ചെറുതായിട്ട് കുറച്ച് ഗപ്പികളെ വളർത്താൻ തുടങ്ങി. അപ്പോൾ ഗപ്പീനെയും പൂച്ചേനെയും പട്ടീനെയും എല്ലാം കൂടി ഇറങ്ങുന്നത് ഒരു പാക്കായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെയും പെറ്റെന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ലേ? അതെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ഫേവറേറ്റ് എന്ന് പറയുന്നത് ഫേവറേറ്റ് ഫ്രൂട്ട്? മാംഗോ. എൻ്റെ അല്ലേ? എപ്പോഴും നീ എൻ്റെ അല്ലേ പറയുന്നത്? നീ എൻ്റെ, ഞാൻ നിൻ്റെയോ പറയുന്നത്? അതെ, എനിക്ക് മാംഗോ ഇഷ്ടമാണ്. എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട് ഏതാടാ? എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട് ഏതാണ്? പൈനാപ്പിൾ. ഇഷ്ടമാണ്. എന്നാലും ഫേവറേറ്റ് ഏതാ? പൈനാപ്പിൾ, മാംഗോ. പിന്നെ എനിക്കത് വലിയ പിടുത്തമില്ല, എല്ലാം കഴിച്ചോളൂ, അതുകൊണ്ട് എനിക്ക് അത്ര ഫേവറേറ്റ് ആയിട്ട്. ഇനി അടുത്തത് ഫേവറേറ്റ് ഫുഡ്. എൻ്റെ ഫേവറേറ്റ് ഫുഡ് എന്താ? ചിക്കൻ ഫ്രൈ. മൊരിമരാന്നിരിക്കുന്ന ചിക്കൻ ഫ്രൈ, പൊറോട്ട, പിന്നെന്താ പറയുക, ബിരിയാണി, ചിക്കൻ ബിരിയാണി പൊളിക്കും. ഇനി ഇവൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ, ഇവൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ കക്കാർച്ചി അല്ലേ? കക്കാർച്ചി ഭയങ്കര ഇഷ്ടമാണ് എവിടെ കണ്ടാലും. പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെ റയറായിട്ടേ കിട്ടാറുള്ളൂ. പക്ഷെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മീൻ അങ്ങനെ ഒന്നും വേണമെന്നില്ല, കക്കാർച്ചി ഭയങ്കര ഫേവറേറ്റാണ് അല്ലേ? കഴിക്കാൻ ഇഷ്ടം ചോറാണ് അല്ലേ? കൂടുതലും ചോറ്, നാടൻ ഫുഡ് അങ്ങനെയാണ് ഇഷ്ടം. റൈറ്റ്? ബേർഡ്. എൻ്റെ ഫേവറേറ്റ് ബേർഡ് ഇപ്പോഴാട്ടോ ഓരോന്ന് സത്യം പറഞ്ഞാൽ ആലോചിക്കുന്നത്. എന്നാലും അത് വെച്ചുകൂടെയുള്ള ഒരു താങ്ങ് മോനെ. അക്ഷരങ്ങൾ കൂട്ടിയും കുറച്ചും കൂടെ വേണം പറയും. അതേതാ? മൈനയായിരിക്കും. ആണോ? എനിക്കിങ്ങനെ ഫേവറേറ്റ് ബേർഡ് അങ്ങനെ ഇതെല്ലായിട്ടൊന്നുമില്ല. ഫേവറേറ്റ് പ്ലേസ്? എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആലപ്പുഴ. ഉറപ്പാ? ആലപ്പുഴ. അതിനത്ര ഉറപ്പാ? ആലപ്പുഴ ഭയങ്കര ഇഷ്ടമാണ്. ഇവൻ്റെ ഫേവറേറ്റ് പ്ലേസും അത് തന്നെയാണ് അല്ലേ? അല്ലേ? നിൻ്റെ ഫേവറേറ്റ് പ്ലേസും അതല്ലേ? അല്ലേ? അതെ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള സ്ഥലം ആലപ്പുഴയാണ്.
പ്രത്യേകിച്ച് ബീച്ച് ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേർക്കും. ഇനി പോകാനും ഇനി എപ്പോൾ ചാൻസ് കിട്ടിയാലും പോകാനും ആഗ്രഹിക്കുന്ന സ്ഥലം ആലപ്പുഴ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ കുറച്ച് ഫേവറേറ്റ്സ് ഇതാണ് കേട്ടോ. നമ്മൾ അടുത്തൊരു വേറെ കുറച്ച് കണ്ടൻ്റായിട്ട് നമ്മളോട് തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.